ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ടെൻഡർ കോക്കനട്ട് ബട്ടർ ചിക്കനാണ്. അപ്പോൾ നമുക്ക് അത് എത്രയും പെട്ടെന്ന് ചെയ്യാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓടിന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ടെൻഡർ കോക്കനട്ട് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് വേവിച്ചെടുത്ത ചിക്കൻ, കുറച്ച് ബട്ടർ, അതുപോലെ തന്നെ കുറച്ച് കരിക്ക്, ഇളനീര്, അത് കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി, തക്കാളി, കറി ലീഫ്, ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. നമുക്ക് ആദ്യം തന്നെ ഈ ഇളനീർ കരിക്ക് നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ തവ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് കരിക്ക് സ്ലൈസ് ചേർത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ശരിക്കും ഒന്ന് അത് ഒന്നും ശരിക്കും മൂത്ത് വരുന്ന രീതിയിൽ നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3 സവാളയുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതെല്ലാം പെട്ടെന്ന് ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. അത് നമ്മൾ 2 ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കുക. അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ശരിക്കും മൂപ്പിച്ചെടുക്കാം. ആ മസാലകളുടെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടുന്നതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച ചിക്കനാണ്. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഇനി ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, നല്ല തിക്കായ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ബട്ടർ ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.